ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പതിവ് പോലെ തന്നെ ഒരു 4:30 ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ ഈശോൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ച് പിന്നെ ഒരു ചന്ദന തിരിയൊക്കെ കത്തിച്ച് പിന്നെ അതേ കുറച്ച് നേരം ബൈബിളൊക്കെ വായിച്ച് പതുക്കെ അടുക്കളയിലേക്ക് കിടന്നു. ചായ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരെണ്ണം മസ്റ്റാണ്. അപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ചായ വയ്ക്കുകയാണ്. ഏട്ടനും മക്കളൊന്നും എണീറ്റിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ചായ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞാൽ ഒരു എനർജിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചായ കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് അരി വയ്ക്കാൻ പോവാണ് കേട്ടോ. കാരണം ഇന്ന് നമുക്കൊരു യാത്രയിട്ട് മോൾക്ക് ഇവിടെ വെക്കേഷനാണ്. അപ്പോൾ മോളായിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചോറ് വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. കറി ഓൾറെഡി ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. ഞാനപ്പോൾ അരി കഴുകി ഇടുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു നൂലപ്പത്തിനുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. ഞാൻ നൂലപ്പത്തിൻ്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ കുറേ നാളായി നൂലപ്പം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഹസ്ബൻഡിനും ഓഫാണ്, പിന്നെ മോൾക്ക് വെക്കേഷനാണ്. അവൾക്ക് നൂലപ്പം ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഞങ്ങൾ കുറച്ച് നാളായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ നൂലപ്പത്ത് ഉണ്ടാക്കാനുള്ള അച്ചൊക്കെ എടുത്ത് പൊടിയൊക്കെ കുഴച്ച് വെച്ച് നൂലപ്പം ഉണ്ടാക്കുവാണ്. നൂലപ്പത്തിന് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്. എനിക്ക് പഞ്ചസാര ഇട്ട് കഴിക്കാനാട്ടോ ഇഷ്ടം. എന്നെ എല്ലാവരും ചീത്ത പറയും പഞ്ചസാര ഇട്ട് കഴിക്കുന്ന കൊള്ളില്ലെന്നൊക്കെ. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരു പ്രയോറിറ്റി ഒക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ചേട്ടൻ ചിക്കൻ കറി കൂട്ടി കഴിച്ചോളും, ഞാൻ ഇന്ന് ഇച്ചിരി പഞ്ചസാര ഇട്ടാണ് കഴിക്കണേ. പിന്നെ ഇവിടെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അടുത്തൊരു സ്ഥലത്ത്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലത്തെ ഒരു സ്ഥലത്ത് പോകണേണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആൾ പറഞ്ഞു നല്ല അടിപൊളി സ്ഥലമാണ്, പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, പിന്നെ കാമായിട്ടുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നൂലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോകാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ റെഡി ചെയ്ത് ഇറങ്ങും കേട്ടോ. പോണ വഴികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാടൊക്കെ മിസ് ചെയ്യുന്നവർക്ക് പോയി കാണാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസാണ് കേട്ടോ യു കെയിൽ. എന്താ പറയുക, നമ്മുടെ നാട്, പിന്നെ ചെറിയ അരുവികൾ, കനാൽ, അങ്ങനെ അതിൻ്റെ രണ്ട് സൈഡിലിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. മക്കൾക്കായാലും അവിടെ വെള്ളത്തിലിറങ്ങി കളിക്കുക. അധികം ആഴമൊന്നുമില്ല, നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ്. നമുക്ക് നല്ല തണുപ്പാട്ടോ. മെയിനായിട്ട് ഞങ്ങൾ പോകാൻ കാരണം ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് 33 ഡിഗ്രി 34 ഡിഗ്രി ചൂടാണ്. അപ്പോൾ ഇവിടെ പാർക്കിലൊക്കെ കൊണ്ടുപോയി മക്കളെ കളിപ്പിക്കാമെന്ന് വെച്ചാൽ നടക്കണ കാര്യമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. ഇവിടെ 20-21 ഡിഗ്രി ഉള്ളൂ, വെള്ളമില്ല, നമ്മുടെ ഐസ് പോലത്തെ വെള്ളം, കണ്ണീര് പോലത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് അടിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ക്ലിയറായിട്ട് കാണാൻ താഴെ. മക്കൾ നല്ലപോലെ എൻജോയ് ചെയ്തു. ഇങ്ങനെ ക്ലിയറാണ്, അങ്ങനെ ഒട്ടും എന്താ പറയുക മാലിന്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. പിന്നെ നല്ല ക്ലിയർ. ഫസ്റ്റ് നമ്മൾ കാല് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് തണുപ്പ് തോന്നും, പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നോർമൽ അതങ്ങനെയാവും. നോർമൽ വാട്ടറിൻ്റെ ഒരു ടെമ്പറേച്ചറൊക്കെയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വന്നും പോയി നിൽക്കുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും അങ്ങനെ റഷൊന്നുമില്ല. നമുക്ക് നീണ്ട ഒരു കനാൽ പോലെയാണ്, ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് രണ്ട് സൈഡിൽ ഇരിക്കാനായിട്ട്. അപ്പം മക്കൾ അവിടുന്ന് കല്ലൊക്കെ എടുത്തിങ്ങനെ എറിഞ്ഞ്, എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ കളിക്കണേ. അപ്പോൾ പോണവർ ഒരു ഡ്രസ്സൊക്കെ എക്സ്ട്രാ ആയിട്ട് പോകണം, കാരണം മക്കൾ എന്തായാലും ഡ്രസ്സൊക്കെ നനയ്ക്കും. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നിട്ടോ നമ്മുടെ മനസ്സ് ശരിക്കും ഇങ്ങനെ റിലാക്സ്ഡ് ആവും. അത്ര നല്ലൊരു സ്ഥലം. ഇതുവരെ ഞങ്ങൾ പോയേക്കണേൽ ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. ഇനി ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതവിടെ പോണവരോട് എനിക്കുള്ളൊരു സജഷനാണ്, നമ്മൾ അവിടെ കുറച്ച് ചെറിയ ഐസ്ക്രീമൊക്കെ നമുക്ക് നല്ല പോലെ കിട്ടും. ശരിക്കും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്നിരുന്നാൽ പോലും പിള്ളേരൊക്കെ ഉള്ളവർ പോകുമ്പോൾ കുറച്ച് നേരം അവർ കളിച്ച് കഴിയുമ്പോൾ അവർക്ക് ദാഹിക്കും. പിന്നെ എന്തെങ്കിലും സ്നാക്സൊക്കെ ആയിട്ട് നമ്മൾ പോകണമെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം, നല്ലൊരു വൈബൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. പോരണ എൻ്റെ പൊന്നോ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് പോലെ രണ്ട് സൈഡ് നിറച്ച് മരവും പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതെന്താ സാധനം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ കാണിക്കുന്നത് എന്തോ പുല്ലാണോ നെല്ലല്ല, നമ്മുടെ നെല്ലൊക്കെ വളഞ്ഞ് നിൽക്കണ പോലെ ഒരു ചെടി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ക്യാമറയിൽ അത്ര ഭംഗിയില്ല. അങ്ങനെ നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളിത് തിരിച്ചെത്തി 1-2 ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ
സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്നെ ഈ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഗോഡ് ബ്ലെസ് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.